आज हम रोटी और संसद नामक कविता पढ़ेंगे. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റോട്ടി और സംസദ് എന്ന് പറഞ്ഞ കവിതയാണ്. കവി कौन है? കവി ആരാണ്? ധൂമിൾ. क्या सुना है उनका नाम? ധൂമിൾ. കവി ആരാണ്? ധൂമിൾ എന്നാണ്. ധൂമിൾ का असली नाम है സുദാമ പാണ്ഡെ. ധൂമിൾ എന്ന കവിയുടെ യഥാർത്ഥ പേരാണ് സുദാമ പാണ്ഡെ. उनका जन्म 1936 में उत्तर प्रदेश के वाराणसी के निकट खेवली नामक गाँव में हुआ था. അവർ എവിടെയാണ് ജനിച്ചത്? 1936 ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപം ഖേവലി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇനി അതിനുശേഷം എങ്ങനെയൊക്കെയായിരുന്നു വിദ്യാഭ്യാസം എന്ന് നോക്കാം. सन 1958 में ITI वाराणसी से विद्युत डिप्लोमा लेकर वहीं विद्युत अनुदेशक बन गए. 1958 ITI വാരാണസി അവിടെ നിന്ന് ഈ വിദ്യുത് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഡിപ്ലോമ നേടിയിട്ട് അതേ വിഭാഗത്തിൽ തന്നെ വിദ്യുത് അനുദേശകമായിട്ട് ജോലി ചെയ്തു. 38 वर्ष की अल्प आयु में ही उन्हें ब्रेन ट्यूमर के कारण 1975 में उनकी मृत्यु होगी. അല്പ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ, 38 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. 1975 ബ്രെയിൻ ട്യൂമർ കാരണം അവരുടെ മരണവും സംഭവിച്ചു. അങ്ങനെ അല്പ ആയുസ്സേ മാത്രമേ ധൂമിളിന് ഉണ്ടായിരുന്നുള്ളൂ. ഇനി കാവ്യകലയെ പറ്റി നമുക്ക് നോക്കാം. ധൂമിൾ ആ കവിത ആന്തോളൻ കെ പ്രമുഖ കവി ഹെ. ആ കവിത ആന്തോളൻ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്. इसी प्रकार एक आंदोलन है आ कविता आंदोलन. बहुत कम उम्र में अच्छी कविताएं लिखकर वे काफ़ी प्रसिद्ध हुए हैं. നല്ല നല്ല കവിതകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അത്യധികം പ്രശസ്തി നേടുകയും ചെയ്തിട്ടുണ്ട്. ഉൻകെ പ്രമുഖ 3 കാവ്യസംഗ്രഹ് നിക്കലെ ഹെം. 3 പ്രധാന കവിതാ സമാഹാരങ്ങളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് 3 പേരാണ് സംസദ് സെ സഡക് തക്, രണ്ടാമത്തത് കൽ സുനിന മുझे, 3ാമത്തെ രചനയാണ് സുദാമ പാണ്ഡെ കാ പ്രജാതന്ത്ര. ഇതിൽ സാഹിത്യ അക്കാദമി പുരസ്കാർ ലഭിച്ചിരിക്കുന്ന ഒരു കൃതിയുണ്ട്. 1979 में कल सुनना मुझे नामक काव्य संग्रह पर उन्हें സാഹിത്യ അക്കാദമി പുരസ്കാർ മിലാ ഹെ. ഏത് രചനക്കാണ് സാഹിത്യ അക്കാദമി പുരസ്കാർ ലഭിച്ചിരിക്കുന്നത്? കൽ സുനിന മുझे എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് അവാർഡും ലഭിച്ചിട്ടുള്ളതാണ്. റോട്ടി ഔർ സംസദ് നമുക്കിവിടെ പഠിക്കാനുള്ള കവിതയാണ് റോട്ടി ഔർ സംസദ്. ഇസ് കവിത മേം ഉനോനെ രാജനൈതിക് നേതാവും കെ ബാരെ മേം വ്യംഗ്യ കിയാ ഹെ. ഈ കവിതയിൽ നമുക്കിവിടെ പഠിക്കാനുള്ള കവിതയിൽ അദ്ദേഹം പരിഹസിച്ചിരിക്കുകയാണ്. ആരെ പരിഹസിച്ചിരിക്കുന്നു? രാജനൈതിക് നേതാവും കെ ബാരെ മേം വ്യംഗ്യ കിയാ ഹെ. രാജനൈതിക് നേതാ കോൻ ഹെ? രാജനൈതിക് നേതാ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് പരിഹസിച്ചിരിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് പോകാം. रोटी और संसद. एक आदमी रोटी बेलता है, एक आदमी रोटी खाता है, एक तीसरा आदमी भी है जो न रोटी बेलता है न रोटी खाता है, वह सिर्फ रोटी से खेलता है. मैं पूछता हूँ, यह तीसरा आदमी कौन है? मेरे देश की संसद मौन है. इसका आशय देखना है. ഇനി നമുക്ക് ഇതിൻ്റെ ആശയം നോക്കാം. एक आदमी रोटी बेलता है. ഇവിടെ ഈ കവിതയിൽ
നമ്മൾ 3 മനുഷ്യരെയാണ് കാണുന്നത്. കിത്തനെ ലോഗ് ഹേ, കിത്തനെ ആദ്മി ഹേ? 3 ആദ്മി ഹേ. ഏക് ഹേ, ഒരാൾ, ഒന്നാമത്തെ ആൾ എന്ത് ചെയ്യുകയാണ്? വ റോട്ടി ബേൽത്താ ഹേ. വ ക്യാ കർത്താ ഹേ? റോട്ടി ബേൽത്താ ഹേ. അവൻ എന്ത് ചെയ്യുകയാണ്? ഒന്നാമത്തെ ആൾ എന്ത് ചെയ്യുകയാണ്? റൊട്ടി പരത്തുകയാണ്. ബേൽന, ബേൽന എന്ന് പറഞ്ഞാൽ എന്താ? പരത്തുക. റൊട്ടി പരത്തുകയാണ്, അതായത് റോട്ടി ബനാത്താ ഹേ. പഹല ആദ്മി ക്യാ കർത്താ ഹേ? പഹല ആദ്മി റോട്ടി ബേൽത്താ ഹേ. റൊട്ടി ഉണ്ടാക്കുകയാണ് ഒന്നാമത്തെ മനുഷ്യൻ. और वह एक किसान है. यहाँ इस कविता में 3 प्रकार के लोगों के बारे में बताया है. इसमें पहला है सबसे नीचे वर्ग के लोग, निम्न वर्ग के लोग. इनमें किसान, मजदूर आदि गरीब लोग आते हैं. वे क्या करते हैं? നിമ്ന വർഗിലെ ജനങ്ങളാണ്, താഴെ തട്ടിലുള്ള ജനങ്ങളാണ് ഒന്നാമത്തെ വർഗം. അവർ കിസാനാണ്, തൊഴിലാളികളാണ്, കൃഷിക്കാരാണ്. അങ്ങനെയുള്ള പാവപ്പെട്ട വിഭാഗമാണ് താഴ്ന്ന ലെവലിലുള്ള ജനങ്ങൾ. അപ്പം ഇവിടെ പഹല ആദ്മി നിമ്നവർഗക്കെ ലോകോം കാ പ്രതിനിധി ഹെ. പഹല ആദ്മി, ഒന്നാമത്തെ മനുഷ്യൻ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഇങ്ങനെ നിമ്നവർഗിലുള്ള ജനങ്ങളെ പ്രതിനിധീകരിക്കുകയാണ്. निम्न के लोग क्या करते हैं? खेत में खेती करते हैं, कड़ी धूप में मेहनत करते हैं और धनी लोगों को या पूंजीपतियों को ऊंचे वर्ग के लोगों को खिलाते हैं. അവരാണ് സമൂഹത്തിലെ ഉയർന്ന ലെവലിലുള്ള ജനങ്ങളെ തിന്നിക്കുന്നത്. അവർ കഠിനമായി പണിയെടുക്കുകയും കൃഷിയിടങ്ങളിൽ ചെന്ന് വെയിൽ കൊണ്ട് കഠിനമായി അധ്വാനിക്കുകയും ഉയർന്ന വർഗത്തെ തിന്നിട്ട് പോറ്റുകയും ചെയ്യുകയാണ് അവർ. വേ ജമീന്ദാർ ജോ കുച്ച് കഹത്തെ ഹേ ഉൻകെ അനുസാർ കാം കർത്തെ ഹേ. അവർ ജമീന്ദാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരാണ്. उन्हें अपनी इच्छा के अनुसार काम करने की अनुमति नहीं है. वे खिलौने के समान, ऊंचे वर्ग के इशारे पर नाचने वाले खिलौने के समान काम करते हैं. അവർ ഉയർന്ന വർഗത്തിൻ്റെ കളിപ്പാവ പോലെ ആംഗ്യത്തിനനുസരിച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന കളിപ്പാവകളെ പോലെ ആണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനുള്ള അധികാരം ഇല്ല. इस प्रकार हार्ड फोड़ कर या तन तोड़ मेहनत करने वाले लोग हैं पहले वर्ग के लोग. अर्थात इस कविता में एक आदमी, पहला आदमी इस प्रकार करता है. ഒന്നാമത്തെ മനുഷ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കഠിനമായി പണിയെടുക്കുന്നു. അവൻ താഴെത്തട്ടിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്നത്. ഇതിൽ രണ്ടാമത്തെ വിഭാഗം, ഇനി നമുക്ക് അടുത്തത് നോക്കാം. രണ്ടാമത്തെ വിഭാഗം എന്ത് ചെയ്യുകയാണ്? ഏക് ആദ്മി റോട്ടി ഖാത്താ ഹെ. വ ദൂസരെ പ്രകാർ കെ ലോഗോം കാ പ്രതിനിധിത്വ കർത്താ ഹെ. രണ്ടാമത്തെ വർഗത്തെ പ്രതിനിധീകരിക്കുകയാണ് ഈ മനുഷ്യൻ. അവൻ എന്ത് ചെയ്യുന്നു? വ റോട്ടി ഖാത്താ ഹെ. അവൻ തിന്നുകയാണ്. നമ്മൾ പഠിച്ചു, ഒന്നാമത്തെ വർഗം നല്ലവണ്ണം കഠിനമായി അധ്വാനിക്കുന്ന കിസാനാണ്, താഴ്ന്ന വർഗമാണ്. രണ്ടാമത്തെ ആൾ ഏത് വർഗത്തിൽപ്പെടുന്നു? മധ്യവർഗക്കെ ലോഗ് ഹെ. മധ്യവർഗം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണ് രണ്ടാമത്തെ വർഗം. അവർ എന്ത് ചെയ്യുകയാണ്? അവരുടെ ജീവിതം എങ്ങനെയാ? വേ അച്ചി തര ഖാത്തേ ഹെ. ദൂസരാ ആദ്മി ക്യാ കർത്താ ഹെ? ദൂസരാ ആദ്മി ഖാത്താ ഹെ. രണ്ടാമത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ മനുഷ്യൻ തിന്നുകയാണ്. അവൻ സമൂഹത്തിലെ മധ്യവർഗത്തെ, മിഡിൽ ക്ലാസ് ഫാമിലിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഉസ്കെ ഹാത്ത് മേ പൈസേ ഹെം और वे दुकान जाकर पैसे देकर चीज़ें खरीद लेते हैं और अच्छी तरह खाते हैं, सुख सुविधा के साथ जीवन बिताते हैं. വേ ഉപഭോഗ് കർണേ വാലെ ഹെ. കിസാൻ പണിയെടുക്കുകയാണ്. അവൻ ഉണ്ടാക്കുന്നതായ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുന്നതാരാണ്? കഴിക്കുന്നതാരാണ്? രണ്ടാമത്തെ വർഗമാണ്. അപ്പോൾ ഉപഭോഗ് കർണേ വാല
उपभोक्ता है. दूसरे वर्ग के लोग उपभोग करने वाले उपभोक्ता है. ഉപഭോക്ത അല്ലേ, ഉപഭോക്താവാണ് രണ്ടാമത്തെ വർഗം. അവർ എന്ത് ചെയ്യുന്നു? അവർ നല്ലവണ്ണം ഭക്ഷിച്ചിട്ട് ജീവിച്ചു പോവുക, സുഖ സൗകര്യത്തോടുകൂടി ജീവിച്ചു പോവുകയാണ്. ഇൻമേം തീസര ആദ്മി ഹെ. तीसरा आदमी कौन है? तीसरा आदमी भी है जो न रोटी खेलता है और न रोटी खाता है. മൂന്നാമത്തെ വർഗം ആരാണെന്ന് പറഞ്ഞു കവിതയിൽ? ജോ ന റോട്ടി ബേൽത്താ ഹെ. അവൻ റോട്ടി ഉണ്ടാക്കുകയും ചെയ്യുന്നില്ല, അതേപോലെ തന്നെ റോട്ടി തിന്നുന്നുമില്ല. പിന്നെ എന്ത് ചെയ്യുകയാണ്? വ സിർഫ് റോട്ടി സേ ഖേൽത്താ ഹെ. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ റോട്ടി കൊണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സമൂഹത്തിലെ 3 തരത്തിലുള്ള 3 ലെവലിലുള്ള ജനങ്ങളെയാണ് കവി ധൂമിൾ ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ വർഗം എന്ന് പറഞ്ഞാൽ ആരാ? മൂന്നാമത്തെ വർഗമാണ് സബ്സേ ഊഞ്ചേ വർഗക്കെ ലോഗ്, ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ലെവലിലുള്ള ജനങ്ങൾ. വേ പൂഞ്ചിപതി ഹേ और उसी प्रकार राजनैतिक नेता है, वे जमींदार है, धनी वर्ग हैं. ഇതിൽ ആരൊക്കെ പെടുന്നു? പൂഞ്ചിപതി, ക്യാപിറ്റലിസ്റ്റ്. ഇവർ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ലെവൽ ഉയർന്ന സബ്സേ ഊഞ്ചേ വർഗക്കെ ലോഗ് ഹെ, ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ജനങ്ങളാണ്. ഇനി ഇതിൽ പിന്നെ ആരൊക്കെ പെടുന്നു? രാജനൈതിക് നേതാ, രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ പണക്കാരും പിന്നെ ജമീന്ദാർ, ഭൂ ഉടമകളും ആണ് ഈ വർഗത്തിൽ പെടുന്നവർ. അവർ എന്ത് ചെയ്യുകയാണ്? वे सबसे ऊंचे वर्ग होने के कारण कुछ भी काम नहीं करते हैं और सभी अन्याय करते हैं. ഒരു പണിയും അവർ ചെയ്യുകയില്ല, പക്ഷേ ചെയ്യുന്നത് എന്താണ്? എല്ലാ അന്യായങ്ങളും അവർ ചെയ്യുകയാണ്. കിസാനെതിരായിട്ട് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയാണ് അവർ. അന്യായം ചെയ്യുന്നു. അല്ലെ പണക്കാർ എന്ത് ചെയ്യുന്നു? ധനി വർഗ്, സബ്സെ ഊഞ്ചെ വർഗ് കെ ലോഗ് സാധാരണ ലോകോം കാ ശോഷൺ കർത്തേ ഹം. സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഏറ്റവും ഉയർന്ന വർഗമായ മൂന്നാമത്തെ വർഗ്. യഹാം കവി പൂച്ചത്താ ഹെ. കവി ചോദിക്കുകയാണ്, മേ പൂച്ചത്താഹും യ തീസര ആദ്മി കോൻ ഹെ. കവി ചോദിക്കുകയാണ്, ഈ മൂന്നാമത്തെ വർഗം ആരാണ്? मेरे देश की संसद मौन है. कवि पूछता है, कवि क्या पूछता है? यह तीसरा वर्ग कौन है? लेकिन इसके लिए उत्तर देने के लिए संसद में बैठने वाले के पास कोई उत्तर नहीं है. संसद क्या है? संसद പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് ഇതിനുള്ള ഉത്തരം ഒന്നുമില്ല. എന്ത് ചോദിക്കുകയാണ് കവി? മൂന്നാമത്തെ വർഗം ആരാണ് എന്ന് കവി ചോദിക്കുന്നു. അപ്പോഴും അവിടെ സംസദിൽ ഇരിക്കുന്നതായ, പാർലമെൻറ്റിൽ ഇരിക്കുന്നതായ മെമ്പേഴ്സ് അവരുടെ കയ്യിൽ ഒരു ഉത്തരവുമില്ല. അവർ മൗനമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ മൗനമായിരിക്കാൻ കാരണം? എല്ലാ അന്യായങ്ങളും ചെയ്യുന്ന ചൂഷണം ഇതൊക്കെ ചെയ്യുന്നത് ഉയർന്ന വർഗമാണ്. അവരെ കുറിച്ചിട്ട് ഒന്നും അന്യായം പറയുവാൻ അവരുടെ കയ്യിൽ വാക്കുകളില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? മൗനമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ കവി പറയുന്നത് എന്താ? നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ 3 ലെവലിലുള്ള ആളുകളാണ് ഉള്ളത്. ആരൊക്കെയാണ്? ഒന്ന് നിമ്നവർഗ്, രണ്ടാമത്തതാണ് മധ്യവർഗ്, അവർ മൂന്നാമത്തതാണ് സബ്സേ ഉച്ചവർഗ്, ഏറ്റവും ഉയർന്ന വർഗ്. അവരുടെ ചോദ്യം ചെയ്യുവാനാണെങ്കിലോ നമ്മുടെ സംസദിൽ, പാർലമെൻറ്റിൽ ആരും തന്നെ ഇല്ല. അവർക്കെതിരായിട്ട് ഒരു വാക്ക് പോലും പറയാൻ വേണ്ടി, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഇവിടെ ഈ കവിതയിൽ കവി സൂചിപ്പിക്കുന്നത് എന്താണ്? ഹമാരെ ദേശ് മേം ജോ അന്യായ് ചൽത്തെ ഹേം इसके विरुद्ध बोलने के लिए या प्रश्न करने के लिए कोई नहीं है. നമ്മുടെ യഥാർത്ഥ ചിത്രണം, നമ്മുടെ ദേശത്തിൽ കാണുന്ന ഒരു യഥാർത്ഥ ചിത്രണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഉയർന്ന വർഗത്തിനെതിരായിട്ട് സംസാരിക്കുവാൻ വേണ്ടി, അല്ലെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഒരാളും തന്നെ സംസദിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഇതിൽ വ്യംഗ്യശൈലിയിൽ
പരിഹാസം നിറഞ്ഞ വാക്കിലാണ് കവി ഹൃദയത്തിൽ തട്ടുന്നതായ വാക്കുകളിലൂടെ ഇന്നത്തെ ഭാരതത്തിലെ അവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏക്ക് ചോട്ടി കവിത ഹേ, ഇത് കാണുവാൻ വേണ്ടി വളരെ ചെറിയ ഒരു കവിതയാണ്. ലേക്കിൻ ഇസ്മേ ഗംഭീര ആശയ യാ ഗംഭീര ഭാവ് ഭരേഹിം, ഇതിൽ വളരെ ഗംഭീരമായ വലിയ വലിയ കാര്യങ്ങളാണ്, ആശയങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കവിതയുടെ വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ചെറിയ വാക്കുകളിലൂടെ, ചെറിയ കവിതയിലൂടെ ഗംഭീരമായ ആശയത്തെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.